അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 8 വെള്ളിയാഴ്ച. കേരളത്തിലെ മുഖ്യമന്ത്രി ആരെന്ന തർക്കം തെരുവിൽ ആളിക്കത്തുന്നു. VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് കോട്ടയം കുറുപ്പന്തറയിൽ ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യാശ്രമം. കോൺഗ്രസ് പ്രവർത്തകനായ ഫ്രാൻസിസ് ആണ് ആത്മഹത്യാശ്രമം നടത്തിയത്. 2 ദിവസങ്ങളിലായി സംസ്ഥാനത്തുടനീളം കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തുകയും നേതാക്കളുടെ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്തു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും പ്രചാരണമുണ്ട്. KPCC ആസ്ഥാനത്ത് KC വേണുഗോപാലിനെ അനുകൂലിച്ച് സ്ഥാപിച്ച ഫ്ലക്സിൽ കരിയോയിൽ ഒഴിച്ചു. ആരെ മുഖ്യമന്ത്രിയാക്കണമെന്നു തീരുമാനിക്കാൻ കേരളത്തിലെത്തിയ AICC നിരീക്ഷകർ തയ്യാറാക്കിയ റിപ്പോർട്ട് ഇന്നുച്ചയോടെ AICC പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയ്ക്ക് കൈമാറി. കേരളത്തിലെ സ്ഥിതിവിശേഷം ചർച്ച ചെയ്തു. മുഖ്യമന്ത്രി ആരെന്ന് നാളെയോ ഞായറാഴ്ചയോ പ്രഖ്യാപിക്കും. മുഖ്യമന്ത്രി വിഷയത്തിൽ നാളെ രാഹുൽ ഗാന്ധി കേരളത്തിലെ നേതാക്കളുമായി നടത്തുന്ന ചർച്ച നിർണായകമാകും. KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് എന്നിവരുമായി ചർച്ച നടത്തി അന്തിമ തീരുമാനത്തിലെത്തും. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ ഏർപ്പെടുത്തിയ കപ്പൽ ഉപരോധം മൂലം 1500 കപ്പലുകളും അവയിലെ 20,000 ജീവനക്കാരും ഗൾഫ് മേഖലയിൽ കുടുങ്ങി. ആഗോള വ്യാപാര മേഖല സ്തംഭിച്ചിരിക്കുകയാണെന്നും ഐക്യരാഷ്ട്രസഭയുടെ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ മേധാവി ആൽസീനിയോ ഡൊമിംഗസ് വെളിപ്പെടുത്തി. കോൺഗ്രസ് MLA-മാരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടെ നിരീക്ഷകൻ മുകുൾ വാസ്നിക്കിന്റെ കയ്യിലിരുന്ന ഒരു പേജിന്റെ ചിത്രം ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ പ്രസിദ്ധീകരിച്ചു. എന്നാൽ ഇത് യഥാർത്ഥ രേഖയല്ലെന്ന് നിരീക്ഷകൻ മുകുൾ വാസ്നിക് ഡൽഹിയിൽ പറഞ്ഞു. കോൺഗ്രസ് മുഖ്യമന്ത്രി പോരിൽ ആത്മവിശ്വാസത്തോടെ KC പക്ഷം. 63 MLA-മാരിൽ 47 പേർ KC വേണുഗോപാലിന്റെ പേര് AICC നിരീക്ഷകർക്ക് മുന്നിൽ പറഞ്ഞെന്നാണ് KC പക്ഷത്തിന്റെ അവകാശവാദം. മറുപക്ഷങ്ങളിലെ ചിലരെങ്കിലും കൂറുമാറി. എന്നാൽ 20-ലേറെ പേരുടെ പിന്തുണയുണ്ടായെന്നാണ് സതീശൻ, ചെന്നിത്തല പക്ഷങ്ങൾ അവകാശപ്പെടുന്നത്. ഉൾപാർട്ടി ചർച്ചകളുടെ രീതി മാറ്റണമെന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ ആവശ്യം CPM അംഗീകരിച്ചു. മുൻകൂട്ടി സമയപരിധി നിശ്ചയിച്ചിട്ടുള്ള ചർച്ച ഇനി പറ്റില്ലെന്നാണ് അംഗങ്ങൾ ആവശ്യപ്പെട്ടത്. ഈ ആവശ്യം ജനറൽ സെക്രട്ടറി MA ബേബി അംഗീകരിച്ചു. സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പതിവിന് വിരുദ്ധമായി മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനുമെതിരെ നിശിത വിമർശനം ഉയർന്നു. CPI-യിൽ നേതൃമാറ്റത്തിന്റെ സാഹചര്യമില്ലെന്ന് ബിനോയ് വിശ്വം. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPI-ക്ക് വേണമെന്നും പ്രതിപക്ഷ നേതാവിനെ CPM തീരുമാനിക്കുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. MLA-മാരുടെ പിന്തുണ രേഖപ്പെടുത്തിക്കൊണ്ട് പുറത്തുവന്ന രേഖയുടെ സാധുത തള്ളി KPCC അധ്യക്ഷനും നിയുക്ത MLA-യുമായ സണ്ണി ജോസഫ്. എന്നാൽ ആരെ മുഖ്യമന്ത്രിയാക്കുമെന്ന കാര്യത്തിൽ MLA-മാരുടെ പിന്തുണ ഏറെ പ്രധാനപ്പെട്ടതാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ശശി തരൂർ MP AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയെ സന്ദർശിച്ച് കേരളത്തിലെ സാഹചര്യം ധരിപ്പിച്ചു. തന്റെ പിന്തുണ ആർക്കെന്ന് വെളിപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായില്ല. ശശി തരൂരിന്റെ ഡീപ് ഫേക്ക് വീഡിയോകൾ നീക്കം ചെയ്യാൻ ഡൽഹി ഹൈക്കോടതി വിവിധ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്ക് നിർദ്ദേശം നൽകി. പാകിസ്ഥാനെ തരൂർ പ്രകീർത്തിക്കുന്ന തരത്തിലുള്ള വ്യാജ വീഡിയോകളാണ് പ്രചരിക്കുന്നത്. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി തർക്കം വിജയത്തിന്റെ ശോഭ കെടുത്തുമെന്ന് മുസ്ലിം ലീഗിന്റെ വിലയിരുത്തൽ.
എത്രയും വേഗം മുഖ്യമന്ത്രിയെ തീരുമാനിക്കണമെന്ന് ലീഗ് നിലപാട്. മുഖ്യമന്ത്രി ചർച്ചകളിൽ AICC നിരീക്ഷകരെ മുസ്ലിം ലീഗ് ഇന്നലെ നിലപാട് അറിയിച്ചിരുന്നു. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ നാട്ടുകാർക്ക് കുഴപ്പമില്ലെന്ന് കെ മുരളീധരൻ. നാട്ടുകാർ ഇതൊക്കെ കണ്ട് ആസ്വദിക്കുന്നുണ്ടെന്നും ഇതൊക്കെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണെന്നും ഉദ്ദേശിച്ച ആളുടെ പേര് വന്നില്ല എങ്കിലും പറഞ്ഞ പേര് ഹൈക്കമാൻഡ് തീരുമാനത്തിന് ശേഷം വെളിപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാലിനെ പിന്തുണച്ച് കഥാകൃത്ത് T. പത്മനാഭൻ രംഗത്ത്. താൻ പണ്ടേ കോൺഗ്രസുകാരനാണ്, എല്ലാവരുമായും അടുത്ത ബന്ധമുണ്ട്. രമേശ് ചെന്നിത്തലയുമായും KC വേണുഗോപാലുമായി അടുത്ത ബന്ധമാണുള്ളത്. പാവപ്പെട്ടവരോട് കരുതലുള്ള നേതാവായ KC വേണുഗോപാലാണ് മുഖ്യമന്ത്രിയാകേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം അപ്രതീക്ഷിതമാണെന്ന് CPM നേതാവ് EP ജയരാജൻ. എല്ലാ രംഗങ്ങളിലും കേരളം വളർച്ചയുണ്ടാക്കി. ഭരണവിരുദ്ധ വികാരമല്ലെന്നും കഴിഞ്ഞ സർക്കാർ എന്തെങ്കിലും ജനവിരുദ്ധ നിലപാട് സ്വീകരിച്ചോ എന്നും EP ജയരാജൻ ചോദിച്ചു. UDF 102 സീറ്റ് നേടിയിട്ടും കോൺഗ്രസിന് മുഖ്യമന്ത്രിയെ കണ്ടെത്താനാകുന്നില്ലെന്നും അദ്ദേഹം പരിഹസിച്ചു. ഇടതുപക്ഷം പരാജയപ്പെട്ടതിന്റെ മുഖ്യ കാരണം വെള്ളാപ്പള്ളിയോടുള്ള സമീപനമെന്ന് നിലമ്പൂരിൽ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച U. ഷറഫ് അലി. വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശങ്ങളിലെ ഇടതുപക്ഷ നിലപാട് മുസ്ലിങ്ങൾക്കിടയിൽ വലിയ അമർഷമുണ്ടാക്കിയെന്നും U. ഷറഫ് അലി പറഞ്ഞു. എറണാകുളത്ത് അവയവദാനത്തിനായി വ്യാജരേഖ ചമച്ച കാസർഗോഡ് സ്വദേശി നജീബ് ഉൾപ്പെടെ 5 പേരെ കസ്റ്റഡിയിലെടുത്തു. 3 വർഷമായി പ്രതികൾ വ്യാജരേഖ ചമയ്ക്കുന്നെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കൊച്ചിയിൽ യുവതിയെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ച സംഭവത്തിൽ മുഖ്യപ്രതി അരൂർ സ്വദേശി സഞ്ജയിനെ പിടികൂടാൻ അന്വേഷണം ഊർജിതം. കേസിൽ 2 പ്രതികൾ ഇന്നലെ പിടിയിലായി. മുൻ DGP ഡോക്ടർ PJ അലക്സാണ്ടർ അന്തരിച്ചു. 89 വയസ്സായിരുന്നു. 1960 ബാച്ചിലെ ഉദ്യോഗസ്ഥനാണ്. പോലീസ് പരിഷ്കരണത്തിൽ നിർണായക പങ്കുവഹിച്ച ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം. കോഴിക്കോട് ഒളവണ്ണ ടോൾ പ്ലാസയിൽ നിരക്ക് വർദ്ധിപ്പിച്ചു. 20 കിലോമീറ്റർ പരിധിയിലുള്ള വാഹനങ്ങളുടെ പ്രതിമാസ നിരക്ക് 340 രൂപയിൽ നിന്ന് 350 രൂപയാക്കി. സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ എന്നീ 4 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. അടുത്ത ദിവസങ്ങളിലും മഴ തുടരും. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട് എന്നീ 9 ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്വിറ്റിൻ ഓയിൽ. ഉടനടി മാറും ടാരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വിറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനായി വിജയെ ക്ഷണിക്കുന്നത് മനഃപൂർവ്വം വൈകിച്ചിട്ടില്ലെന്ന് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. 118 പേരുടെ പിന്തുണയുണ്ടെങ്കിൽ ക്ഷണിക്കും. ഭൂരിപക്ഷമുണ്ടെങ്കിൽ DMK AIADMK സഖ്യത്തെയും ക്ഷണിക്കുമെന്നും ഗവർണർ പറഞ്ഞു. സർക്കാർ രൂപീകരിക്കാനുള്ള സാധ്യതകൾ തേടി AIADMK DMK പാർട്ടികളുടെ നേതാക്കൾ തമ്മിൽ കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തി. AIADMK BJP സഖ്യം വിട്ടാൽ ഒന്നിച്ചു നിൽക്കാമെന്നാണ് DMKയുടെ നിലപാട്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ DMKയും AIADMKയും ശ്രമിച്ചാൽ പാർട്ടിയിലെ എല്ലാ MLAമാരും രാജിവെക്കുമെന്ന് നടൻ വിജയുടെ തമിഴക വെട്രി കഴകം. ഹിറ്റ് ചിത്രമായ ദുരന്ധറിന്റെ 1ാം ഭാഗത്തിനെതിരെ വിമർശനം ഉന്നയിച്ചയാളോട് പാകിസ്ഥാനിൽ പോകാൻ ആവശ്യപ്പെട്ട് കോൺഗ്രസ് വക്താവ് ഷമ മുഹമ്മദ്. ചിത്രത്തിൽ മുസ്ലിങ്ങളെ മോശമായി ചിത്രീകരിച്ചുവെന്ന എക്സ് ഉപയോക്താവിന്റെ വിമർശനത്തിനാണ് ഷമ പ്രതികരിച്ചത്. US ഇറാൻ സംഘർഷം തുടരുന്നതിനിടെ ഗൾഫ് മേഖലയിൽ വീണ്ടും ഇറാൻ ആക്രമണം. വ്യാഴാഴ്ച രാത്രി ഇറാനിൽ നിന്ന് UAE ലക്ഷ്യമാക്കി മിസൈൽ ആക്രമണം ഉണ്ടായതായി UAE പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. വെള്ളിയാഴ്ച പുലർച്ചെ ഫുജൈറയുടെ വിവിധ ഭാഗങ്ങളിൽ കേട്ട ശക്തമായ സ്ഫോടന ശബ്ദങ്ങൾ മിസൈലുകളെയും ഡ്രോണുകളെയും വിജയകരമായി തകർത്തതിനെ തുടർന്നാണെന്ന് ഫുജൈറ മീഡിയ ഓഫീസ് അറിയിച്ചു. ഹാൻഡ്ര വൈറസ് ബാധ സ്ഥിരീകരിച്ച ഡച്ച് ക്രൂസ് കപ്പലായ MV ഹോണ്ടിയസിൽ 2 ഇന്ത്യക്കാർ ഉണ്ടെന്ന് റിപ്പോർട്ടുകൾ. ക്രൂ അംഗങ്ങളുടെ ആരോഗ്യ വ്യവസ്ഥ കപ്പൽ അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല. വൈറസ് ബാധയെ തുടർന്ന് ഇതുവരെ 3 പേരാണ് മരിച്ചത്.
ഇന്ത്യൻ T20 ടീമിൽ BCCI അഴിച്ചുപണിക്ക് ഒരുങ്ങുന്നു. T20 ലോകകപ്പ് കിരീടത്തിലേക്ക് ഇന്ത്യയെ നയിച്ച സൂര്യകുമാർ യാദവിനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്ന് BCCI വൃത്തങ്ങളെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു. സൂര്യകുമാർ യാദവ് IPLൽ മോശം ഫോം തുടരുന്നതാണ് കാരണം. സൂര്യകുമാറിന് പകരം IPLൽ പഞ്ചാബ് കിങ്സ് നായകനായി തിളങ്ങുന്ന ശ്രേയസ് അയ്യരെ T20 ക്യാപ്റ്റനാക്കും. താരങ്ങൾ ഹണി ട്രാപ്പിൽ കുടുങ്ങാതിരിക്കാൻ IPL കളിക്കാരും ടീമുകളും ജാഗ്രത പുലർത്തണമെന്ന് BCCI. താമസ സ്ഥലത്ത് പരിശോധന അടക്കമുള്ള നടപടികൾ ഉണ്ടാകും. അച്ചടക്കം കർശനമാക്കുന്നതിന്റെ ഭാഗമായി 7 പേജുള്ള മാർഗനിർദ്ദേശങ്ങളാണ് BCCI സെക്രട്ടറി ദേവജിത്ത് സക്കിയ പുറപ്പെടുവിച്ചത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.